പലരെയും വണ്ടി ഭ്രാന്തന്മാരെന്നും വണ്ടി സ്നേഹികളെന്നൊക്കെ വിളിക്കും. എന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഇവിടെ സ്പോർട്സ് കാർ ഉള്ളവരെയും അല്ലെങ്കിൽ നമ്മൾ GT ഫോർഡിൻ്റെ ഒക്കെ വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ കുറച്ച് ബൈക്കേഴ്സിൻ്റെ കൂടെ നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ബൈക്കേഴ്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് ഒരു ബൈക്ക് റൈഡ് ഹാർലിയുടെ ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടികളെ ഞാനും സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പതിവ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ട് ഒരു വണ്ടി പ്രേമിയെ പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മൾ കാറും ബൈക്കും കണ്ടു, എന്നാൽ അതിൻ്റെ 2 ഫീച്ചറും കൂടി ഒന്നിച്ചുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ലിംഗ് ഷോട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയും പരിചയപ്പെടാം, കൂടെ തന്നെ വണ്ടിയുടെ ഒരു ഉടമസ്ഥനെയും പരിചയപ്പെടാം. ഹലോ ബെന്നിച്ചേട്ടാ. ഹലോ, എന്തുണ്ട്? സുഖമായിരിക്കുന്നു. നല്ല സമ്മറാണ്. അപ്പോൾ സമ്മർ സമയത്ത് ശരിക്കും അടിച്ചു പൊളിക്കേണ്ട ഒരു വണ്ടിയാട്ടോ ഇത്. അപ്പോൾ സമ്മറിൻ്റെ സമയത്ത് നമുക്ക് ഇത് ബൈക്കാണോ കാറാണോ? ഇത് ബൈക്കാണ്. കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബൈക്കിന് ആക്ച്വലി 2 വീലേ ഉള്ളൂ. ഇത് 3 വീലർ സ്ലിംഗ് ഷോട്ട് എന്ന് പറയും. ഇത് ബെന്നിച്ചേട്ടനാണ്. ബെന്നിച്ചേട്ടന് എന്റെ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങളൊരു ബൈക്കിന്റെ പരിപാടിക്ക് പരിചയപ്പെട്ട അല്ലേ? അതെ, നമ്മൾ ബൈക്കേഴ്സിന്റെ പരിചയപ്പെടുകയും അവിടുന്ന് പുള്ളി നമ്മൾ പറഞ്ഞു എൻ്റെ ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ട്, നമുക്ക് ഒരു ദിവസം കറങ്ങാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങിന് ഒടുവിലാണ് അല്ലേ ഇങ്ങനെ ഒരു സമ്മർ 2 സമ്മർ കടന്നുപോയി. എന്നാലും നമ്മൾ അടുത്ത സമ്മറിൽ നമ്മുടെ ആഗ്രഹം കൊണ്ട് മുന്നോട്ട് വന്നേക്കാണ്. അപ്പോൾ ബെന്നിച്ചേട്ടാ, നമുക്ക് സമയം കളയാതെ പരിപാടി തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം അല്ലേ? അപ്പോൾ ആദ്യം ഫുള്ള് പേരൊന്ന് പറഞ്ഞേ, എല്ലാവർക്കും പേരറിയാം. എൻ്റെ ഒഫീഷ്യൽ നെയിം തോമസ് ഏലിയാസ്. ആൾക്കാർ എന്നെ ബെന്നി എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ബെന്നി എന്ന പേരാ ഞാൻ കേട്ടത്. വിളിച്ചാൽ മതി. ഓക്കെ, ബെന്നിച്ചേട്ടൻ ഫിലഡൽഫിയ തന്നെയാണോ? ഫിലഡൽഫിയ തന്നെയാണ്. ഓക്കെ, 35 years ആയിട്ട് ഫിലഡൽഫിയ തന്നെയുണ്ട്. അപ്പം ഞാനും പുള്ളിയും സെയിം സ്ഥലത്ത് തന്നെയാണ്, പെൻസിൽവേനിയയിലെ ഫിലഡൽഫിയയിലാട്ടോ. ബെന്നിച്ചേട്ടാ, എന്താ ഇങ്ങനത്തെ ഒരു വണ്ടി കീപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? എൻ്റെ നേരത്തെ ബൈക്കായിരുന്നു ഇരുന്നത്. ഏത് ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്? എൻ്റെ 3 ടൈപ്പ് ബൈക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഒരു കാവസാക്കി നിഞ്ച സ്പോർട്സ് ബൈക്കായിരുന്നു. പിന്നെ അത് വിട്ടിട്ട് ഞാൻ ഹോണ്ടയുടെ V-Star 1800 എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു യമഹ ഉണ്ടായിരുന്നു. 3 ബൈക്കും കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത്. സ്പോർട്സ് ബൈക്കിനോട് കമ്പം ഉണ്ടായിരുന്നു. നേരത്തെ അവിടുന്ന് ക്രൂസർ റൈഡായി. പിന്നെ അതേന്ന് സ്ലിംഗ് ഷോട്ട് തിരിച്ചു. എങ്ങനെയുണ്ട് ഈ ക്രൂസർ റൈഡ് വെച്ച് നോക്കുമ്പോൾ സ്ലിംഗ് ഷോട്ട് റൈഡ് ഏതാ ഇഷ്ടപ്പെടുന്നത്? ഏതാ ഇച്ചിരി സേഫ് ഇതാണ്. പക്ഷെ എനിക്ക് ബൈക്കും വളരെ ഇഷ്ടമാണ്. ബൈക്കിന്റെ എല്ലാ ഫീച്ചറും നമുക്ക് ഓപ്പൺ ആയിട്ട് വണ്ടി ഓടിച്ചു പോകാം അല്ലേ? ഇതാകുമ്പോൾ 3 വീലർ മറിയൊന്നും പേടിക്കണ്ട. കാർ ഡ്രൈവ് ചെയ്യുന്ന സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇത് മാനുവൽ ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ. ബൈക്കിന്റെ എല്ലാ ഫീലിംഗ്സോടെ വണ്ടി ഓടിക്കാം, പക്ഷെ നമുക്ക് കാറിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് ഉണ്ട്. ഇച്ചിരി സേഫ് ആണ്. ഇത് ക്ലോസ്ഡ് ആക്കി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ക്ലോസ്ഡ് ആയിട്ട് ഉപയോഗിക്കാറില്ല. ഇത് വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് ഓടിക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഓടിക്കുന്നത് അതാണല്ലോ അതിന്റെ ഫൺ. നമ്മള് സമ്മർ മാത്രം നമുക്ക് അധികം ഉപയോഗിക്കാം. സമ്മർ മാത്രം മാക്സിമം അല്ല 4 months നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടുത്തെ വെതറിന്റെ ഇതനുസരിച്ച് തണുപ്പാകുമ്പോൾ തട്ടുപുറത്ത് കയറി തണുപ്പുറത്ത് ഇത് വെക്കണം. റൈഡൊക്കെ പോകാറുണ്ടോ? കൂടുതൽ റൈഡ് പോകാറുണ്ട്. ബൈക്കേഴ്സിന്റെ കൂടെയാണോ പോകാറ്? മിക്കവാറും ബൈക്കേഴ്സിന്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ ഞാനും വൈഫോടെ ട്രിപ്പ് അടിക്കും. എല്ലാവരും നോക്കും, വീഡിയോ എടുക്കും. ഒരു ഫണ്ണാണ്, ഒരു സെലിബ്രിറ്റി ഫെയിമോട് കൂടെ തന്നെ. മോസ്റ്റ്ലി ഈ വണ്ടി ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയ സമയത്ത് 1-2-3 സ്ലിംഗ് ഷോട്ട് ലൈനായിട്ട് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ തന്നെ ഒരുപാട് പേര് ചോദിച്ചു സംഭവം എങ്ങനെയുണ്ട്, ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം തൊട്ട് എനിക്ക് മനസ്സിലുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെയാണ് ബെന്നിച്ചേട്ടൻ നമ്മളെ കൈ കിട്ടുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡോട് വരുന്നത്. അപ്പൊ ബെന്നിച്ചേട്ടൻ നമുക്കൊന്ന് വണ്ടി ഫുള്ളായിട്ടൊന്ന് കണ്ടാലോ? കാണാം. ഇത് ശരിക്കും 2017 മോഡല് പൊളാരിസിന്റെ സ്ലിംഗ് ഷോട്ട് അല്ലേ? പൊളാരിസിന്റെ സ്ലിംഗ് ഷോട്ട്. ഇത് GM ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഏകദേശം 5 വർഷം 5 years ആയി. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് വണ്ടി പണിയെല്ലാം തന്നോ? ഒരു പണി തന്നിട്ടില്ല. സോഫാർ 3000 miles ആയുള്ളൂ. ഓക്കെ, നല്ല കംഫർട്ടബിൾ ആണ്. അടിപൊളി. പ്രത്യേകിച്ച് റൈഡൊക്കെ ഒന്ന് പോകണം, ഒന്ന് കറങ്ങാം. ഓക്കെ, ഇത് മാനുവൽ ഷിഫ്റ്റ് ആണ്. ഇതിന്റെ ഓട്ടോയും വരുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ വണ്ടി ഇറങ്ങാൻ പോകാൻ തോന്നി. ഓട്ടോയും ഓട്ടോന്റെ പുതിയ 2022 മോഡൽ ഓട്ടോ, ഇതിന്റെ EV മോഡൽസ് ഇറങ്ങാൻ പോകാൻ തോന്നുന്നു. ഓക്കെ, ഇത് ശരിക്കും ഒരു 4 സിലിണ്ടർ 2.4 ലിറ്റർ എഞ്ചിൻ ആണ്. ശരിക്കും ഒരു ക്യാമറി ടൊയോട്ടയുടെ ഒരു എഞ്ചിൻ മോഡൽ അത് തന്നെ. ഓക്കെ, ഇപ്പൊ നമുക്ക് വണ്ടി ഒന്ന് കയറി കണ്ടാക്കാം. സേഫ്റ്റി ഫസ്റ്റ് അല്ലേ? സേഫ്റ്റിയുടെ സീറ്റ് ബെൽറ്റ് ആദ്യം ഇട്ടിട്ട് സംസാരിക്കാം. ഓക്കെ, ഇത് ബൈക്ക് പോലല്ല, കാറ് ഓടിക്കുന്ന പോലെ തന്നെ 5 ഗിയർ പുഷ് സ്റ്റാർട്ടാണിത്. ഓക്കെ,
ഇത് കാറിന്റെ ഗിയറും ഉണ്ട്, എന്നാൽ ബൈക്കാണ്. ഇത് കാറിന്റെ സ്റ്റീറിംഗ് ഉണ്ട്, കാറിന്റെ മീറ്റേഴ്സ് ഉണ്ട്. സ്റ്റാർട്ട് ആക്കുന്ന എങ്ങനെയാണ്? ക്ലച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഇതേ പുഷ് ബട്ടൺ പ്രസ് ചെയ്യും. ഇപ്പോൾ ഓണാണ് അല്ലേ? പുഷ് ബട്ടൺ ആണ്. ഗിയേഴ്സ് ആണെങ്കിൽ നമുക്ക് 5 ഗിയേഴ്സ് ആണ്. റിയർ വ്യൂ ക്യാമറ ഉണ്ട്, ക്യാമറ സിസ്റ്റം ഉണ്ട്, GPS സിസ്റ്റം ഉണ്ട്, പിന്നെ അടിപൊളി റേഡിയോ സിസ്റ്റം. ഒന്ന് പാട്ടിട്ടാലോ നമുക്ക്? When I was living in the blue, why then if she's so perfect? തിരിച്ചാൽ മതി. പിന്നെ പവർ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഓൾ വെതർ വണ്ടി കൂടി ആയതുകൊണ്ട് നമുക്ക് മഴ പെയ്താലും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ സാധനങ്ങളും എന്താ പറയുക, നമുക്ക് ബൈക്ക് പോലെ തന്നെ വാഷബിൾ ആണ് അല്ലേ? നമ്മളെന്തായാലും ബെനിച്ചേട്ടൻ്റെ കൂടെ ചെറിയൊരു റൈഡ് ഈ പാർക്കിംഗ് ലോട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാ കേട്ടോ. ഓപ്പൺ എയറിൽ ഇങ്ങനെ തുറന്നിരുന്നൊക്കെ പോരാല്ലേ? കാറ്റൊക്കെ ഉണ്ട്, അടിപൊളി നല്ല കാറ്റൊക്കെ കൊണ്ട് ഇറങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ കാറിനാണെങ്കിൽ നമുക്ക് ബേക്കിൽ ട്രങ്ക് ഉണ്ട്, സെഡാൻ മോഡലൊക്കെ നമുക്ക് വലിയ ട്രങ്ക് ഉണ്ട്. ഇതിനും ചെറിയൊരു സ്പേസിംഗ് ഉണ്ട് കേട്ടോ. കീ വേണം അല്ലേ? കീ വേണം, ഇത് തുറക്കണ കീ വേണം. അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ ട്രാവലിന് വേണ്ട സാധനങ്ങളൊക്കെ കുത്തി കയറ്റാം. അതും തുറക്കാവേ. ഓക്കെ, ഈ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? അത് തുറന്നാൽ അതിൻ്റെ അകത്ത് ഇതിന് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പെൻസിൽവേനിയ ന്യൂജേഴ്സി ന്യൂയോർക്ക് പോകണതിന് ഹെൽമെറ്റ് വേണം. ഓ, ഹെൽമെറ്റ് വേണം. ഈ സ്റ്റേറ്റ് വേണ്ട. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് വേണ്ട. നമ്മുടെ സ്റ്റേറ്റ് വേണ്ട. സ്റ്റേറ്റ് മാറുന്ന അനുസരിച്ചിട്ട് റൂളും മാറുന്നുണ്ട്. അപ്പം ന്യൂയോർക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ന്യൂജേഴ്സിയോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഞാൻ ഹെൽമെറ്റ് വെക്കണം. അത്യാവശ്യം ഹെൽമെറ്റിന്റെ സ്പേസ് രണ്ടുപേര് പോകാൻ രണ്ടുപേർക്ക് ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വേണം. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണം. ഇല്ലെങ്കിൽ ഫൈൻ എങ്ങനെ ആയിരിക്കും? അല്ലെങ്കിൽ 190 വയലേഷന്. അപ്പോൾ $200 പോകാൻ ഈസിയാണ്. ഓക്കെ. ഇതിന്റെ ബേക്ക് കാണാനും നല്ല ബ്യൂട്ടിയാണ്. ഇപ്പോൾ സിംഗിൾ ടയർ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ബൈക്കിന്റെ ബിഹൈൻഡ് ഫീൽ ചെയ്യും. പക്ഷെ വലിയ ടയറാണ്, വലിയ ടയർ. പിന്നെ ലൈറ്റും തൂമും കാര്യങ്ങളൊക്കെ ഇച്ചിരി. ഓ, ഇത് ബെൽറ്റ് മോഡലാണ്, ചെയിൻ അല്ല, ബെൽറ്റ് മോഡലാണ്. നമ്മള് കാർ പോലെ തന്നെ സൈഡ് മിറേഴ്സ് ഉണ്ട്, ചെറിയൊരു വിൻഷീൽഡ് ഉണ്ട്, പിന്നെ ട്രങ്ക് കണ്ടു, ബിഹൈൻഡ് കണ്ടു. ഇനി നമുക്ക് ഫുഡും തുറന്നിട്ട് അതിൻ്റെ എഞ്ചിനൊക്കെ ഉണ്ടാക്കുക. ഏകദേശം 2.4 ലിറ്ററിൻ്റെ എഞ്ചിനാണ്, 2000 cc വരുന്ന ഒരു പവർഫുൾ എഞ്ചിനാണ്. വണ്ടിക്ക് ശരിക്കും വെയിറ്റ് കുറവാണ് അല്ലേ? ഓവറോൾ വെയിറ്റ് കുറവാണ്. ഓക്കെ, ഫുൾ ബോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് കുറവാണ്. കാല് കൊടുത്താൽ പറന്നോളും. എന്നാൽ ഹുഡും തുറന്നാലോ നമുക്ക്? തുറക്കാം. ഓ, അടിപൊളി, സൂപ്പർ. ഒന്നും പറയാനില്ല. ഒരു ഇത്രയും ചെറിയ സ്പേസിൽ ഒരു കാറിൻ്റെ പോലത്തെ എഞ്ചിനും ട്രാൻസ്മിഷനും ഒക്കെ ചവിട്ടി കയറ്റിയേക്കാം കേട്ടോ, വളരെ ഭംഗിയായിട്ട്. ഈ നമുക്ക് വണ്ടിയുടെ ഹുഡ് തുറന്നപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ഫീലിംഗ്, ഇതൊരു നമ്മുടെ PUBG ഗെയിം കളിക്കുന്നവർക്കറിയാം, അതിലെ ബഗ്ഗിയുടെ ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടാൽ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ ഒക്കെ മൂവിയിലുള്ള ആ ഒരു വണ്ടിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഏഞ്ചൽ ലൈറ്റുകളും LED ലൈറ്റുകളൊക്കെ നല്ല സൂപ്പറായിരുന്നു. നല്ല സമയം കേട്ടോ. ഏകദേശം ഒരു 85-86 ഫാരൻഹീറ്റ് ചൂടിലാണ് ഞങ്ങൾ ഈ പാർക്കിംഗ് ലോട്ടിൽ വന്നിട്ട് വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെനിച്ചേട്ടനെ കിട്ടിയ സമയത്ത് നമ്മൾ പിടിച്ചോണ്ട് പോകുന്നതാണ്. അപ്പോൾ വെനിച്ചേട്ടാ, അപ്പോൾ ഇതിന് എത്ര ഗാലൻ ഫ്യൂവൽ കൊള്ളും? ഇതിൻ്റെ ഫ്യൂവൽ ബിഹൈൻഡ് ആണ്, നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ബേക്കിലായിട്ട് നമുക്കിവിടെ ഒരു ക്യാൻ ഓപ്പണിംഗ് സ്ഥലമുണ്ട്. ഇതാണ് എൻ്റെ ഫ്യൂവൽ ടാങ്ക്, ഇതാണ് എൻ്റെ ക്യാപ്പ്. ഓക്കെ, ബേസിക്കലി അമേരിക്കയിലാരും മൈൽസ് നോക്കിയിട്ട് വണ്ടി മേടിക്കാറുമില്ല, വണ്ടി ഓടിക്കാറുമില്ല. അടിക്കുന്നു, തീരുമ്പോൾ വീണ്ടും പമ്പിൽ കയറ്റി അടിക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഞാൻ മൈലേജ് ചോദിക്കുന്നില്ല. ഈ ടയറും ഈ ഓട്ടവും കണ്ടാൽ തന്നെ ബാക്കി ഊഹിക്കാമല്ലോ അല്ലേ? നമ്മൾ റോഡിലൊന്ന് ഓടിക്കുന്നുണ്ട്, നമുക്ക് റോഡിൽ ഓടിക്കുമ്പോൾ ബാക്കി അടിപൊളിയായിട്ട് കാണാം അല്ലേ വെനിച്ചേട്ടാ? വെനിച്ചേട്ടൻ എത്ര നാളെ ഇവിടെ ഉണ്ട്? ഫിലിയിൽ എത്ര നാളെ വന്നിട്ട്? ഞാൻ ഫിലിയിൽ ഓൾമോസ്റ്റ് 35 years ആയിട്ട് ഫിലിയിലുണ്ട്. 35 കൊല്ലമായിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതാണ് കുറ്റിപ്പറിച്ച്. എവിടെ നാട്? എവിടെയാ? എൻ്റെ നാട് കോട്ടയം കഞ്ഞിക്കുഴി. അടിപൊളി. അപ്പോൾ കോട്ടയംകാർക്ക് വെനിച്ചേട്ടൻ ചിലപ്പോൾ കുറച്ചുകൂടെ അറിയായിരിക്കും അല്ലേ? പിന്നെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാറുണ്ടോ? ഫാമിലി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വരും. വല്ലപ്പോഴും എന്റെ കൂടെ വരും. പിന്നെ കൂടുതൽ സമയം ഞങ്ങൾ ബൈക്കേഴ്സുമായിട്ട് ട്രിപ്പ് പോകാറുണ്ട്. ഓക്കെ, എന്താ ഇവിടെ പരിപാടി? എന്താ ഓവറോൾ? എനിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട്
ഒരു വർക്ക്ഷോപ്പ് നടത്തുവാണ്. വർക്ക്ഷോപ്പ് ഫീൽഡിലാണ്. ഇവിടെ ഫിലഡൽഫിയ തന്നെ അടുത്ത റോൺ സ്ട്രീറ്റില് ബ്രദേഴ്സ് ഓട്ടോ കെയർ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. എങ്ങനത്തെ എന്ത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പണികളും A to C, എഞ്ചിന്, ട്രാൻസ്മിഷന് എല്ലാം. അപ്പൊ ഈ വണ്ടി ഇപ്പം ഷോറൂമിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയും എനിക്ക് അവിടെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓയിൽ ചേഞ്ചും ബ്രേക്കും കാര്യങ്ങളും എല്ലാം എന്റെ സ്വന്തം വർക്ക്ഷോപ്പിൽ എനിക്ക് ചെയ്യാവുന്ന. അടിപൊളി. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്കിപ്പോ അങ്ങോട്ട് പോയി കണ്ടാൽ അടിപൊളി. അപ്പൊ നമുക്ക് എന്നാല് വണ്ടി കണ്ടാൽ പുള്ളിയുടെ വർക്ക്ഷോപ്പ് കൂടെ കാണാം. അപ്പം ഇവിടെ ഇനി വെയിൽ കൊണ്ടാൽ ചിലപ്പോൾ കടത്തുന്നു വരും. അപ്പം ഞാനും ബെന്നിച്ചാനോട് ചെറിയ റൈഡൊക്കെ അടിച്ചിട്ട് എൻ്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി ഒന്ന് കാണിച്ചേക്കാം. എന്തായാലും ബെന്നിച്ചാന് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അടുത്താണ് പോയി കണ്ടാക്കാൻ വിചാരിച്ചു. നമുക്കും ഇപ്പം നിങ്ങൾക്കും വർക്ക്ഷോപ്പ് എങ്ങനെ ഒരു അമേരിക്കയിലെ മലയാളി നടത്തുന്ന വർക്ക്ഷോപ്പ് എങ്ങനെ ഇവിടുത്തെ വർക്ക്ഷോപ്പ് ഒന്ന് കണ്ടേക്കാം അല്ലേ? പോയേക്കാം. ഓക്കെ. അപ്പോൾ ഇവനൊരു മാനുവൽ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ മെയിൻ റോഡിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വണ്ടിയുടെ എരപ്പൊന്ന് കേട്ടേക്കാം അല്ലേ? നമുക്ക് ചെറിയൊരു റൈഡ് ആയേക്കാം. ഒരു പക്ഷേ വിൻഡിൻ്റെ എരപ്പ് കാരണം എക്സാക്റ്റ് ഫീലിംഗ് മനസ്സിലാവത്തില്ല. എന്നാലും ഒരു അടിപൊളി റൈഡ് തന്നെ കേട്ടോ. നമ്മൾ ആ ഒരു ഓപ്പൺ കാറ്റൊക്കെ അടിച്ച് ഒരു ഫൺ റൈഡ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ലിംഗ്ഷോട്ടിൽ ചെറിയ ഡ്രൈവൊക്കെ അടിച്ച് നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഇതാണ് ബെന്നിച്ചാൻ പറഞ്ഞ ബെന്നിച്ചാൻ്റെ ബ്രദേഴ്സ് ഓട്ടോ കെയർ. നമ്മൾ ഓട്ടോ കെയറിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കാണ്. ഓട്ടോ കെയർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമുക്കൊന്ന് വർക്ക്ഷോപ്പ് എങ്ങനെ കാണാം. കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പേടകം ഒന്ന് സർവീസ് ചെയ്തേക്കാം. അപ്പോൾ അവർ നമ്മളെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഉള്ള അച്ഛൻ നമ്മളെ വണ്ടി എടുത്ത് അകത്തോട് ഇടുകയാണ്. വണ്ടി സർവീസിന് വേണ്ടി ഗാരേജിൻ്റെ അകത്തോട് കൊണ്ടുപോകട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഗാരേജിൻ്റെ അകം ഒന്ന് പോയി കണ്ടേക്കാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതാ ഞങ്ങളുടെ വർക്ക്ഷോപ്പ്. ഓക്കെ. ബിസി ടൈം ആണോ ഇപ്പം? കയറാവോ? ഇപ്പം നല്ല ബിസിയാണ്. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ബിസിയാണ്. എല്ലാവരും നന്നാക്കാൻ വരുന്ന സമയം. എല്ലാവരും ആകെപ്പാടെ ഒരു ഓഫുള്ള ഒരു ദിവസം ഇന്നെല്ലാം ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നാണ് തിരക്കുള്ള ഒരു ദിവസം. അപ്പം നമുക്ക് അകത്തോട്ട് കയറി കാണാം. നമ്മുടെ ഓഫീസും നമ്മുടെ വർക്ക്ഷോപ്പും ഒന്ന് കാണാം. ഓക്കെ. എന്താണ് ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ സർവീസ് അവിടെ ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ ബ്രേക്സ് ചെയ്യുന്നുണ്ട്, ഹീറ്റിങ്, എയർ കണ്ടീഷന്, ഓയിൽ ചേഞ്ച്, ഇൻസ്പെക്ഷന്, അങ്ങനെയുള്ള എല്ലാ പണിയും ഇവിടെ കാറിന്റെ A to C വർക്ക് ഇവിടെ. യങ്സ്റ്റേഴ്സിന് വണ്ടി ഒന്ന് സൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിലുള്ള അതൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കും. അതായത് വെൽഡിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യും. 2-3 വണ്ടി കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇതിപ്പോ ഇത് റിയർ ബ്രേക്ക് ചെയ്യാമെന്നൊരു വണ്ടിയുടെയാണ്. അത് ബ്രേക്ക് ഷൂവും ബ്രേക്ക് ഡ്രം ആ വർക്കാണ് ഇപ്പോൾ ഈ കാറിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ വന്നൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അലൈൻമെന്റ് ഇത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് വരുവാണെങ്കിൽ അകത്തോട്ട് പോയി കാണാം. ഇതാണ് ചേഞ്ച് ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ. ഇത് പുതിയ വെക്കാൻ പോവാണ്. ഇതിപ്പോ ട്രാൻസ്മിഷൻ ഓൾറെഡി അയച്ച് എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഈ പുതിയ ട്രാൻസ്മിഷൻ ഇതിലോട്ട് ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് കേടായി പോയി. അപ്പോൾ അത് മാറി പുതിയത് വെക്കാൻ പോവാണ്. നിസാന്റെ നിസാൻ റോഗ്. ഇപ്പം ഏകദേശം ധാരണ കിട്ടിയല്ലോ എങ്ങനെയാണ് അമേരിക്കൻ വർക്ക്ഷോപ്പ് ഇരിക്കുന്നത്. സെക്യൂരിറ്റി റീസൺ കാരണം നമുക്കിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല. എന്നാലും വളരെ നീറ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. ഇവിടുത്തെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് നമ്മുടെ RAV4 ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഓയിൽ ചേഞ്ചിന് പോകട്ടെ. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. RAV4ന്റെ ഓയിൽ മാറ്റുന്ന രീതി ഇതാണെന്ന് പറയാം. ഓയിലും മാറ്റും, നമ്മൾ അതിൻ്റെ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യും അല്ലേ?
റാഫോറിൻ്റെ അടിഭാഗം ഇങ്ങനെ കേട്ടോ. ഞാനും ലിഫ്റ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് നോക്കുന്നത്. ഇങ്ങനെ ഒരു റുട്ടീൻ ചെക്കപ്പാണ് നടത്തുന്നത്. ടയറിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ബ്രേക്ക് പാഡൊക്കെ മാറ്റാനായോ എന്നുള്ള ഒരു റുട്ടീൻ ചെക്ക. ഓക്കെ ആണോ ബ്രേക്ക് പാഡിന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം അത് ഇടയ്ക്ക് ഒരു പണി കിട്ടിയതാ, ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ടയർ മാറ്റാനായി ഏകദേശം നമ്മൾ. ഈ തരത്തിലുള്ള ഈ റൊട്ടീൻ ചെക്ക് ശരിക്കും നല്ല ഹെൽപ്ഫുൾ ആണ്. ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഏകദേശം കഴിഞ്ഞു. വണ്ടി നമ്മൾ ഇറക്കാൻ പോവാണ്. ഇനി നമുക്ക് ഓഫീസ് ഒന്ന് കയറി കണ്ടുനോക്കാം. നമ്മൾ വൈഡ് സ്പേസിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ പാർക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വണ്ടികൾ കൊണ്ടുവന്ന് തിരിച്ച് മറിച്ച് വിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് അവരുടെ ഓഫീസിലോട്ട് കയറാം. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇയർലി നമുക്ക് വണ്ടികളൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അത് ഇവിടെ ചെയ്ത് കൊടുക്കും. നമ്മുടെ നാട്ടിലെ സ്മോക്ക് ടെസ്റ്റ്, പുക ടെസ്റ്റ് ചെയ്യുന്ന പറയുന്ന പോലെ ഇവിടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എമിഷൻ ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റിക്കർ എല്ലാ കൊല്ലം ഒട്ടിക്കണം. ഇല്ലേ ഫൈൻ കിട്ടും പോലീസ്. ഓക്കെ, അപ്പോൾ അതിന്റെ മെഷീനും സിസ്റ്റം ഒക്കെയാണ്. അതിന്റെ എമിഷൻ മെഷീനാണ് ആയിരിക്കുന്നത്. പിന്നെ അതിന്റെ സേഫ്റ്റി ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ A to Z നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്റീരിയർ ഓഫീസ് കേട്ടോ. CCTV ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? നമുക്ക് ഇവിടുത്തെ എല്ലാ സിസ്റ്റവും എല്ലായിടത്തും ഈ സിസ്റ്റം വേണം. പിന്നെ അതിൽ ഓടിക്കേറി വന്നാലും നമ്മളെ സ്ലിംഗ് ഷോട്ട് അങ്ങ് മൂലയ്ക്ക് കാണാൻ കിടക്കുന്നത്. അത് തന്നെയല്ല, പുറത്ത് രാത്രി വണ്ടി പാർക്ക് ചെയ്താലും നമുക്കത് സെക്യൂറബിൾ ആയിരിക്കണം. ക്ലയൻസിന്റെ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നത് നമ്മളെപ്പോഴും. ഇതാണ് ഒരു വർക്ക്ഷോപ്പിലെ എന്താ പറയുക ആക്ടിവിറ്റീസ് ഒക്കെ കേട്ടോ. നമ്മളെ ബെന്നിച്ചേൻ്റെ കൂടെ ബെന്നിച്ചേൻ്റെ സ്ലിംഗ് ഷോട്ട് ഓടിച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ്. നമ്മൾ കുറേ നാളും കൊണ്ട് പ്ലാൻ ചെയ്ത് എക്സ്റ്റെൻഡ് ആയി പോയ പരിപാടിയാണ്. കഴിഞ്ഞ സമ്മറിൽ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? ഞാൻ ഫ്രീ ആവുമ്പോൾ ബെന്നിച്ചേൻ്റെ ഒരു ലോങ് ട്രിപ്പ് പോയി. പുള്ളി തിരിച്ചു വന്നപ്പോൾ ഞാൻ നാട്ടിൽ പോയി. പിന്നെ ഈ കൊല്ലം ഞാൻ നാട്ടിൽ പോയി. അങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ വീഡിയോസും സ്ലോ ആയിരുന്നു. ട്രാവൽ ഇടയ്ക്ക് നടന്നു, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്നും നല്ല ദിവസം വന്നപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് മീറ്റ് ചെയ്തതാണ്. അങ്ങനെ സ്ലിംഗ് ഷോട്ട് അവിടുന്ന് വർക്ക്ഷോപ്പ് വരെ എത്തിച്ചു. നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു സംഭവമായി പോയി പെട്ടെന്ന്. പുള്ളി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത്. എന്നാൽ പിന്നെ എൻ്റെ വണ്ടി സർവീസായി നിൽക്കുകയാണ്. നമ്മൾ വണ്ടി സർവീസ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞു. വർക്ക്ഷോപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമേരിക്കൻ വർക്ക്ഷോപ്പ് ഇരിക്കുന്നത്. എനിക്കൊരു ബെറ്റർ ചാൻസ് കിട്ടിയപ്പോൾ അടിപൊളി വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മലയാളി ആയതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ A to Z ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിലിയെ ക്രോസ് ചെയ്ത് പോകുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ വരുന്നവർക്കൊക്കെ നമ്മുടെ ബ്രദേഴ്സ് ഓട്ടോ കെയർ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ സർവീസും എല്ലാം A to Z ഉണ്ട്. അവരുടെ നമ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വിളിച്ചു ചോദിക്കുക, അവർ കാര്യങ്ങൾ പറഞ്ഞു തരും പെർഫെക്റ്റ് ആയിട്ട് അല്ലേ? എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് അടിപൊളി ഗാരേജ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം കൂടുതൽ ഇതേപോലത്തെ അമേരിക്കൻ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നതായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പം താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇത് വന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ഇനി വണ്ടി കൂടെ ഇടയ്ക്കൊക്കെ വരാം. ഇനി വേറെ സർവീസ് ഉണ്ട്, ഞാൻ ഇറങ്ങാം. ഓക്കെ, അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ട്രാവൽ സമയത്തിൽ വരുന്നതായിരിക്കും. സി ഓക്കെ മാത്രമേ സംഭവം സിമ്പിളാണ്. ജാവയാണ്, ജാവ.